എല്ലാവർക്കും ലാലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അമ്പാടി എസ്റ്റേറ്റ് ഇതാണ് കേട്ടോ, ഉണ്ടോ? കുലശേഖരൻ അമ്പാടി എസ്റ്റേറ്റാണ്. പേച്ചിപ്പാറയ്ക്ക് 8 കിലോമീറ്റർ കണ്ടോ, ബോർഡ് കണ്ടോ? പേച്ചിപ്പാറയ്ക്ക് 8 കിലോമീറ്റർ, കോതയാറിന് 22 കിലോമീറ്റർ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കടയാലുമൂടാണേ, കടയാലുമൂട് മേലെ ജംഗ്ഷൻ. ആ നല്ല ഭംഗിയുണ്ടല്ലേ, അതിലൂടെ കയറാം കേട്ടോ ആൾക്കാർക്ക്. നമുക്ക് ഇവിടെ കൂടെ കാണാൻ കയറുന്നത്, അങ്ങ് ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ? അത് അതിലെവിടെ ആയിരിക്കും വരുന്നത്? ഇല്ല, കയറാൻ വഴിയില്ലല്ലോ. ആൾക്കാർ നിന്നുണ്ടോ അവിടെ? എവിടെ സൈഡ് വലതോ? കഴിഞ്ഞോ? നല്ല പള്ളിയായിരുന്നോ? എത്തിച്ചിട്ടുള്ളൂ അവിടുത്തെ. ഒന്നിതാണ് കേട്ടോ, നിങ്ങൾ കളിയൊന്ന്. ഇതിലൊക്കെ ഈ വെള്ളം കയറി കിടക്കുന്നില്ലൊക്കെ ഇവിടെ വരണപ്പെട്ട് തുടങ്ങി. അതാണ് കുഴിയുണ്ട്. കണ്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കത് കുഴിയാണ്, ഒരു വെള്ളമുണ്ട്, കുഴിയാണെന്ന് അറിയാം. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ വരുമ്പോഴത്തേനും അറിയാൻ പറ്റില്ല കേട്ടോ. ആൾക്കാർ വന്നിട്ട് അങ്ങനെ പോലെ ടോപ്പിൽ പോവല്ലേ. കോതയാറ് പോണതാണ് ഇങ്ങോട്ട് കേട്ടാ. ഇത് ഞാൻ പറഞ്ഞ ആളുടെ വീട് ഇങ്ങോട്ടാണ്. അപ്പം നമുക്ക് ഇത് അങ്ങോട്ടായിരിക്കും അല്ലേ. ഇത് പേച്ചിപ്പാറ ഡാമാണ്. കോതയാറിനെ തടഞ്ഞു നിർത്തിയേക്കുന്നതാണ്. പാർക്കിങ് അങ്ങോട്ടാന്ന് തോന്നുന്നില്ലേ. എടുക്കണേ ഫേസ്ബുക്കിൽ അരിമന പോകുമ്പോൾ അരിമന ഉപ്പരപ്പില് വൈകിട്ടാവുമല്ല.
ഇവിടുന്ന് കറക്റ്റായിട്ട് ഒരു 15 കിലോമീറ്റർ തിരുവട്ടാരെന്ന് പറയും. തിരുവട്ടാർ കുളശ്ശേരിനെ ഒന്നും ഇവിടുന്ന് പോകുമ്പോൾ കാഞ്ഞുണ്ട് അസൽമൂട് അങ്ങനെ കുളശ്ശേരി ചന്ത പിന്നെ നേരൊക്കെ മാർത്താണ് പോകുന്നത്. നേരെ റോഡ് റോഡെല്ലാം എനിക്കറിയാം. ഞാൻ ആറ്റൂരൊക്കെ ആറ്റൂർ പോകണ്ട. അതിന് മുമ്പ് തിരുവട്ടാർ അത് തൊട്ട് അടുത്ത് കുറച്ച് കണ്ട അവിടെ ഇങ്ങനെ അമ്പലത്തിന്റെ അവിടെ ഓ അങ്ങ് അവിടെ വന്നിട്ട് അഗ്രികൾച്ചർ ഇരിക്കുന്നല്ല അതിന്റെ ഒരു മീറ്റിംഗ് അതിന് വേണ്ടിയിട്ട് ചാപ്പാടൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. വന്നിട്ട് ഇവിടെ തികഞ്ഞില്ല, ഇവിടെ കുറവായി. ഇതാണ് ചേച്ചിപ്പാറ ജംഗ്ഷനാണിത്. ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട് കേട്ടോ. സ്ഥലം പറ്റുള്ളൂ. വെള്ളം വരില്ലേ അതുപോലെ ഉണ്ട് അവിടെ. ചാനൽ കനാലാണ് കേട്ടോ. എന്താ വെള്ളം തുറന്നു വിട്ടേക്കുന്നു. വണ്ടി വരും അല്ലേ? അപ്പോൾ ഞങ്ങൾ പേച്ചിപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആർക്കേങ്കോട്ടിൽ നിന്ന് നല്ല അടിപൊളി ഊണ് കഴിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഈ ഡാമിൻ്റെ മേൽഭാഗമെല്ലാം ഒന്ന് കാണാനായിട്ട് കയറുന്നതാണ്. നമുക്കതെല്ലാം കാണാം. 1897-നും 1906-നും ഇടയിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ മൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് യൂറോപ്യൻ എഞ്ചിനീയർ അലക്സാണ്ടർ ഹംഫ്രി മിഞ്ചിൻ കോതയാർ നദിക്ക് കുറുകെയാണ് പേച്ചിപ്പാറ അണക്കെട്ട് നിർമ്മിച്ചത്. ഏകദേശം 25 മുതൽ 26 ലക്ഷം രൂപ വരെ ചെലവുണ്ട്. ആദ്യം 42 അടി ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് തമിഴ്നാട് സർക്കാർ 48 അടിയായി ഉയർത്തി. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ നിന്ന് ഏകദേശം 43 കിലോമീറ്റർ അകലെ കല്ലാർ, ചിറ്റാർ, കുറ്റിയാർ എന്നീ പോഷക നദികളുടെ സംഗമ സ്ഥാനത്ത് നിന്ന് താഴേക്കാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പുൽമേടൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ.